ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ക്വാർട്ടറിൻ്റെ 5-ാമത്തെ പാഠത്തിലേക്ക് നമുക്കൊന്നിച്ച് ആയിരിക്കാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവം നമുക്ക് ഒരവസരം കൂടി നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ ദിനംതോറും നമുക്ക് വ്യാപരിപ്പാനും ദൈവവചനത്തെ ധ്യാനിപ്പാനും ഓരോ ദിവസങ്ങളുമുള്ള ദൂത് ശ്രവിച്ചുകൊണ്ട് ജീവിപ്പാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കേവർക്കും അങ്ങനെ തന്നെ എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ മക്കളെയും ഈ പാഠമണ്ഡലത്തിലേക്ക് 5-ാമത്തെ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാഠത്തിൻ്റെ തലക്കെട്ട് വളരെ ആശ്വാസവും ധൈര്യവും സമാധാനം നൽകുന്ന ഒരു തലക്കെട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അത് ഏറ്റവും ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരുതുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ കുളിർമ നമുക്ക് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ പാഠത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു അനുഭവത്തിലേക്കാണ് ഈ ആഴ്ചയിലെ പാഠം കടന്നു വരുന്നത്. നമ്മളത് പഠിച്ച് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന അനുഭവത്തോടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ഈ രാജാക്കന്മാരെയൊക്കെയും അവർ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. അത് നമുക്കേവർക്കും ഒരുപോലെ ബാധകമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം പോരാടുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയും അനുഭവമാണ്. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അവിടെങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അവിടെങ്ങൾക്ക് അവിടെ നൽകി തന്ന ഈ സമയത്തിനായി സ്തുതിക്കുന്നു. അവിടെങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പാഠം അവിടെങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടെങ്ങൾക്ക് തുണനിന്ന് ഇതിൽ ദൂത് അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, അതിന് പ്രകാരം അടിയങ്ങളുടെ ആത്മജീവിതത്തിൽ അടിയങ്ങൾക്ക് ജീവിപ്പാനും അവിടുത്തെ സമാധാനവും ആശ്വാസവും അടിയങ്ങൾക്ക് പ്രാപിപ്പാനും അടിയങ്ങളെ സഹായിക്കണം. ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ അവിടുത്തെ പ്രിയമക്കളെയും അവിടുത്തെ അനുഗ്രഹത്തിൽ നിറയ്ക്കണം. മനോമത കർത്താവ് എടുക്കണം. എല്ലാ അടിയങ്ങൾക്കായി ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ദൂതാണ് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കുവാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം: ഒരു യുദ്ധം വിശുദ്ധമാകുന്നോ, ദിവ്യമാകുന്നുവോ, ഭൗതികമാകുന്നോ, അല്ലെങ്കിൽ അത് തിന്മ ആകുന്നുവോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഒരു ഉത്തരം നൽകുവാൻ കഴിയില്ല. എന്നാൽ ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സാഹചര്യവും ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ജനങ്ങളും ആ യുദ്ധത്തിൻ്റെ കാരണവും നാം വിശകലനം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ആ യുദ്ധം എന്ത് നേടുവാനും എന്ത് പിടിച്ചെടുക്കുവാനും എന്ത് സ്ഥാപിക്കുവാനും
ആണ് നടത്തപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു യുദ്ധം എത്രമാത്രം അത് നീതിയിലും ന്യായത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന് അതിൻ്റെതായ ചില വ്യവസ്ഥകൾ ഉണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. പഴയ നിയമ വേദഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അനേക യുദ്ധങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു. അവിടെയൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സൃഷ്ടാവായ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നതും തൻ്റെതായ ആ ഇടപെടൽ സാന്നിധ്യം തൻ്റെ തക്കതായ നിർദ്ദേശങ്ങൾ സഹായങ്ങൾ ആവശ്യമായ ജനത്തിന് ആവശ്യമായ രീതിയിൽ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. നാം പഠിച്ച് അവസാനിപ്പിച്ചത് ഈ സംഘർഷങ്ങളുടെയൊക്കെ പിന്നിൽ ഉള്ള സംഘർഷം അത് സാത്താനും ദൈവവും തമ്മിലുള്ള ഒരു വൻ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഈ എല്ലാ പോരാട്ടങ്ങളുടെയും പ്രധാന കാരണമെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. അതിലുപരി പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയുടെ സംഘർഷങ്ങളുടെ ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ ദൈവത്തിന് എങ്ങനെ അതിൽ നിന്ന് തൻ്റെ മക്കളെ വിടുവിച്ചെടുക്കുവാൻ കഴിയും എന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും അവിടുത്തെ സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ അനുസരിച്ചും പാലിച്ചും ആ ഒരു സമൂഹത്തെ മാനിച്ചുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഓരോ വിഭാഗം ജനങ്ങളും തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഭവം പ്രതിഫലം എന്ന് പറയുന്നത് പലപ്പോഴും തിക്തമായിരിക്കാം, ദോഷമായിരിക്കാം, നാശമായിരിക്കാം, അനുഗ്രഹമായിരിക്കാം. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ആ തിരഞ്ഞെടുപ്പാണ്, തീരുമാനമാണ് അതിലേക്ക് വഴി നടത്തുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ നയിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കനാന്യ ജനത്തിൻ്റെ അകൃത്യത്തെക്കുറിച്ച് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഈ കനാന്യ ജനത്തിൻ്റെ മാത്രമല്ല, ഇവിടെ നാം പ്രധാനമായിട്ടും പഠിക്കുന്നത് അല്ലെ ചിന്തിക്കുന്നത് കനാന്യനെ കുറിച്ചാണ്. എങ്കിൽ പോലും നാം ആ കാലഘട്ടത്തിലുള്ള കനാൻ ദേശത്തെ മറ്റനവധി ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിത രീതി, ശൈലി, മതവിശ്വാസം, ആചാരം, അവരുടെ ദൈവവിശ്വാസം ഇതൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. അതൊക്കെ വളരെ വിഭിന്നങ്ങളായിരുന്നു. അതൊക്കെ ദൈവ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം, ഉപദേശപ്രകാരം ഒരിക്കലും അത് അംഗീകരിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയാത്തതായിരുന്നു. അത് എന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജീവിത ശൈലികൾ, വിശ്വാസം, ആചാരങ്ങൾ കൊണ്ടു നടക്കുകയും അത് ശരിയെന്ന് വിശ്വസിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആർക്കും അല്ലെങ്കിൽ ആരുടെയും ജീവിതം ഒരുപക്ഷെ ദുരിതപൂർണമാകുകയോ പ്രയാസം നിറഞ്ഞതോ പ്രശ്നങ്ങൾ നിറഞ്ഞതോ ആയിത്തീരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തങ്ങളുടേതായ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനന്തര ഫലങ്ങളാണത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നത് വരെ ഒരുപക്ഷെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ അവർ മുൻപോട്ട് നീങ്ങും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കനാന്യരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമായിട്ടും അവരുടെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനേക തിന്മകളിൽ ചിലത് എന്ന് പറയുന്നതൊന്ന് ശിശുബലി അല്ലെങ്കിൽ ശിശുക്കളെ ബലി നൽകുക, അതുപോലെ മാന്ത്രിക വിദ്യ, മന്ത്രവാദം,
അവരുടെ ശവസംസ്കാര രീതിയുടെ പ്രത്യേകത, അവരുടേതായ പ്രവചനങ്ങൾ, ഇപ്പം ഇതൊക്കെ ആ സമൂഹത്തെ വളരെ വ്യത്യസ്തമാക്കി നിലനിർത്തുക മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ, ഉപദേശങ്ങളെയൊക്കെ നിരാകരിക്കുന്നതും സ്വീകരിക്കാൻ കഴിയാത്തതും അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടേതായ സമ്പ്രദായങ്ങളിൽ, തങ്ങളുടേതായ രീതികളിൽ മുൻപോട്ട് ജീവിക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നിലനിന്ന ഒരു ജനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജനതകളുമായിട്ട് ഇടപെടുമ്പോൾ, അവരുടെ ഇടയിൽ കൂടി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വസിക്കേണ്ട ആവശ്യം വരുമ്പോൾ, അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ജനമായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിൽ വിശ്വാസമുള്ള, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനം എന്ത് പ്രത്യേകം ഓർക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ലേവ്യർ പുസ്തകം മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ എസ്രായുടെ പുസ്തകമുണ്ട്, അതുപോലെ ലേവ്യർ പുസ്തകമുണ്ട്, ഉൽപ്പത്തി പുസ്തകമുണ്ട്, അങ്ങനെ ആവർത്തന പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളിലൊക്കെ അതിനോടനുബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും ഇസ്രായേൽ ജനത്തിന് തൻ്റെ ദാസന്മാർ മുഖാന്തരം മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 30-ാമത്തെ വാക്യം, ലേവ്യർ 18-ന്റെ 30-ാമത്തെ വാക്യം വായിക്കുന്നത്: ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവരാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേശങ്ങളിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ അനുവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്നതായ മ്ലേച്ഛകരമായ മര്യാദകൾ, അവരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ ജീവിത ശൈലികൾ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, ഇതൊക്കെ ഒരിക്കലും നിങ്ങളെ അശുദ്ധരാക്കാതെ, അത് നിങ്ങളൊരു സ്വാധീനവും ഉണ്ടാക്കുവാൻ ഇടവരുത്താതെ, നിങ്ങളതിൽ ആകൃഷ്ടരാകാതെ എന്തു ചെയ്യാം? നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാനും ദൈവത്തിൻ്റെ വചനം പ്രമാണിപ്പാനും നിങ്ങൾ ഓർക്കണം എന്നവിടെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്: നിർദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. നോക്ക്, എത്ര കൃത്യമായിട്ടാണ് ഇവിടെയൊക്കെ യഹോവ ദൈവം ജനത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ കടന്നു വന്ന ആ പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന ജനത്തിൻ്റെതായ ജീവിത സമ്പ്രദായങ്ങളും രീതികളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തൻ്റെ ജനമായ ഇസ്രായേൽ പഠിക്കുവാനോ അല്ലെങ്കിൽ അനുസരിക്കുവാനോ അതിനെ പിന്തുടരുവാനോ അതിൻ്റെ ഏതെങ്കിലും സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനോ ഇടവരുത്താതെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിട്ട് തൻ്റെ ജനമായ ഇസ്രായേൽ അവിടെ പാർക്കുവാനോ അല്ലെങ്കിൽ അവിടെ അധിവസിക്കുവാനോ ഉള്ള ഒരു സമയം ഒരുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ദൈവം ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കനാന്യ ജനത്തിൻ്റെ ജീവിത രീതികൾ, അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കനാന്യ മതം എന്ന് പറയുന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾ, ദൈവങ്ങളും ദേവതകളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
ഒരു ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് അവർ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ദൈവങ്ങളോ ദേവതകളോ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ആവർത്തനമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വീകാര്യമായിട്ട്, അവർക്ക് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ജീവിത അല്ലെങ്കിൽ സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ ജീവിത അല്ലെങ്കിൽ രീതികളെ അവലംബിച്ച് പോരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഒരു ഒരു വിശുദ്ധ വേശ്യാവൃത്തി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ആ സമൂഹം അല്ലെങ്കിൽ വളരുവാൻ ഇടയായി തീർന്നതും അത്തരത്തിലുള്ള പ്രവൃത്തികൾ, പ്രത്യേകിച്ച് വേശ്യാവൃത്തി എന്ന് പറയുന്നത് വിശുദ്ധമാണ് എന്ന് അവർ കരുതിയിരുന്നു. കാരണം അവരുടെ ദേവതകളും അല്ലെങ്കിൽ ദൈവങ്ങളും അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നതിൽ, അങ്ങനെ ജീവിക്കുന്നതിൽ, അത് അനുവർത്തിക്കുന്നതിൽ തെറ്റ് ഇല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പം അത് എത്രമാത്രം ഒരുപക്ഷെ മറ്റ് ജനങ്ങൾക്കോ, ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ജനത്തിനോ അത് സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയും. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏത് ജനത്തെ സംബന്ധിച്ചും, ഏത് സമൂഹത്തെ സംബന്ധിച്ചും, ഏത് രാജ്യത്തെ സംബന്ധിച്ചും അവിടെ രേഖപ്പെടുത്തുന്നത് ആ രാഷ്ട്രത്തിന് അതിൻ്റെ ജനങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെക്കാൾ ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം ഉണ്ടാകില്ല എന്നാണ്. അവരുടെ മതം എന്ത് പഠിപ്പിക്കുന്നു, അവർ ദൈവങ്ങൾ എന്ത് ഉപദേശിക്കുന്നു, ആ മതങ്ങളും ദൈവങ്ങളും അവർക്ക് നൽകുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു ഉപദേശം, ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതം, ഒരു ധാർമ്മിക പശ്ചാത്തലം എന്താണ്, അത് ആ ദൈവങ്ങളെക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ ജനത്തിൻ്റെ ധാർമ്മികത ഒരിക്കലും വളർന്നു പോകുകയില്ല. കാരണം അത് അതിൽ അധിഷ്ഠിതമാണ്. അപ്പം അവർക്ക് എന്ത് അനുവദനീയമാണ്, ആ അനുവദിക്കപ്പെട്ട കാര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത്രമാത്രം കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാം, പ്രവർത്തിക്കാം. അതിന് ഏതൊക്കെ രീതിയിൽ അവർക്ക് വ്യാഖ്യാനിക്കാം, അല്ലെ ഏതൊക്കെ രീതിയിൽ അതിനെ അവർക്ക് ബലപ്പെടുത്താം. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെ അത്തരം കാര്യങ്ങൾ വ്യാപൃതരായിക്കൊണ്ട് ഇതൊക്കെ അല്ലെങ്കിൽ ദൈവം അനുവദിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമ്പ്രദായം കനാന്യ മതത്തിൽ അല്ലെങ്കിൽ കനാനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കനാന്യരായ ജനങ്ങൾ തങ്ങളുടെ ആദ്യജാതന്മാരെ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂതങ്ങൾക്ക് ബലി അർപ്പിച്ചിരുന്നുവെന്ന് പുരാതന അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൻ്റെ തെളിവുകൾ പിന്നീട് ലഭിച്ചിട്ടുണ്ട്. മതപരമായ ലിഖിതങ്ങളുള്ള വലിയ പാത്രങ്ങളിൽ തകർന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെ ആദ്യജാതന്മാരെ ഈ ദേവതകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭൂതങ്ങൾക്ക് ബലിയായിട്ട്, നേർച്ചയായിട്ട് കൊടുത്തിരുന്നതാണ് എന്ന് പിന്നീടുള്ള പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു ജനതതി അവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടകലരേണ്ട അല്ലെങ്കിൽ അവിടെ വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള അനേക വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ നിലനിൽക്കുന്നിടത്ത് തൻ്റെ ജനം അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അവർ വഷളാകാതിരിക്കാനോ അവർ അശുദ്ധരായി തീരാതിരിക്കാനോ അല്ലെങ്കിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടവരാതിരിക്കുവാനോ തക്കവണ്ണം അവരെ അതിൽ നിന്ന് വിടുവിക്കുവാനും രക്ഷിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവരെ വഴി നടത്തിക്കൊണ്ടുവന്ന ദൈവം ബാധ്യസ്ഥനാണ്. ആ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കനാനിലെ ജനങ്ങൾ തങ്ങളുടെ ജീവിത രീതി, വിശ്വാസം, അവരുടെ ആചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് വിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് മാറുവാനും അനുസരിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിന് കീഴ്പ്പെടുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വന്ന് സംഭവിച്ച അല്ലെങ്കിൽ മറ്റു പലർക്കും വന്ന് സംഭവിച്ച അനേക അനർത്ഥങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അവർക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ കനാനിൽ
ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രപിതാക്കന്മാരും അവരുടെ സാക്ഷ്യവും അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഉപദേശങ്ങളും അവരുടെ പഠിപ്പിക്കലുകളൊക്കെ ഈ കനാന്യ ദേശത്ത് സംഭവിച്ചിരുന്നു, കൊടുത്തിരുന്നു. അത് കേൾക്കാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷയിലേക്ക് കടന്നു വരുവാനും ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുവാനും ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടമായ ദൈവത്തെ നമസ്കരിക്കുവാനും ഒക്കെ ഉള്ള ഒരവസരം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരുന്നു. എന്നാൽ അവർക്ക് അത് തിരിച്ചറിയുവാനും അത് വിശ്വസിക്കുവാനും അത് സ്വീകരിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നു. ഫറവോൻ എങ്ങനെ തൻ്റെ ഹൃദയം കഠിനമാക്കിയോ അതുപോലെ തന്നെ ഈ കനാന്യ ജനസമൂഹവും അവരുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തെ നിരാകരിക്കുകയും മാത്രമല്ല അവർക്ക് ലഭിച്ച അവസരം അവർ ഉപയോഗിക്കാതെ പാഴാക്കി കളയുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കനാന്യരുടെ അകൃത്യം, അതായിരുന്നു കനാന്യരുടെ ജീവിത രീതി, കനാന്യരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങളൊക്കെ അതായിരുന്നു. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് അത് ആ ദേശത്ത് നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് ദൈവ സ്നേഹത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങുവാനും കനാന്യരുൾപ്പെടെയുള്ള അവിടുത്തെ ജനങ്ങൾ ദൈവമക്കളുടേതായ ജീവിത രീതിയും വിശ്വാസവും ദൈവസ്നേഹവും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സമാധാനമായിട്ട് ജീവിക്കുവാനുള്ള സഹവർത്തിത്വത്തിൽ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നത് കനാന്യ ജനത്തിൻ്റെ തീരുമാനങ്ങൾ തെറ്റായ തിരഞ്ഞെടുപ്പ് മുഖാന്തരം അവസരം നഷ്ടപ്പെട്ട് പോവുകയും അവർ നാശത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുവാനിടയായി തീർന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായിട്ടും കനാന്യ ജനങ്ങളുടെ അകൃത്യം മുഖാന്തരമാണ്. അവരുടെ വ്യത്യസ്തമായ ജീവിത രീതികൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അതിലൂടെ അവരെത്രമാത്രം ഒരു മലീമസമായ അശുദ്ധമായ മ്ലേച്ഛമായ ജീവിത രീതിയായിരുന്നു തുടർന്നിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ കനാന്യ ജനത്തെ മാത്രമല്ല, ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചും ഇതുപോലെയുള്ള ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും അതുപോലെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് അനേക ജനസമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു വളർച്ച പ്രാപിച്ച സംസ്കാരമുള്ള ഒരു ജനസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്തിക്കൊണ്ട് അത് വിശുദ്ധവും നല്ലതും എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായും ഈ കനാന്യരുടെ ജീവിതത്തിൻ്റെ അതേ ഒരു പകർപ്പ് തന്നെയാണ് നമ്മൾ അവിടെയും കാണുന്നത്. അത് സമൂഹം അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, കാലഘട്ടം എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ്റെ വിശ്വാസവും ചിന്താഗതിയും മനുഷ്യൻ്റെ മനോഭാവങ്ങളും തിരഞ്ഞെടുപ്പും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അനുഭവങ്ങളും ഇതുപോലെയുള്ള പ്രതിസന്ധികളും ഇതുപോലെയുള്ള പോരാട്ടങ്ങളും ഒക്കെ തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ വൻ പോരാട്ടം ഇന്നും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവസരം ലഭിക്കുന്ന അല്ലെങ്കിൽ അവസരം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ദൈവം ഒരു പരമോന്നത ന്യായാധിപനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കൂടി ചിന്തിക്കുകയുണ്ടായി. അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഒരു പരമോന്നത ന്യായാധിപനാണെന്ന് പറയാൻ കാരണം അത് നമ്മൾ ഒന്ന് ചിന്തിച്ചു. കാരണം ഈ സകലത്തെയും സൃഷ്ടിച്ചത് യഹോവയായതുകൊണ്ട് സകല സൃഷ്ടികളുടെയും അല്ലെങ്കിൽ ഉടമസ്ഥൻ സൃഷ്ടാവ് യഹോവയായതുകൊണ്ടും ആകാശത്തിലെയും അല്ലെങ്കിൽ ഭൂമിയിലെയും സകല അല്ലെങ്കിൽ വസ്തുക്കളെയും ജീവജാലങ്ങളെയും ആകാശത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ സ്വർഗീയ മാലാഖമാരുടെ വൃന്ദങ്ങളെയും കരൂപുകളെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് ഈ സകല ശക്തികളുടെയും സകല സൈന്യങ്ങളുടെയും സൈന്യാധിപൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, അല്ലെങ്കിൽ യഹോവ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ പരമോന്നത ഒരു ന്യായാധിപൻ എന്ന് പറയുവാൻ കാരണം. ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം 7:11 വായിക്കുമ്പോൾ അവിടെ വായിക്കും ദൈവം നീതിയുള്ള ന്യായാധിപതി ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സങ്കീർത്തനം 82:1 വായിക്കുമ്പോൾ അവിടെയും പറയുന്നത്
ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അപ്പോൾ സകല മറ്റ് ദേവന്മാരുടെയോ ദേവതകളുടെയോ അതുപോലെയുള്ള മറ്റ് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള ദൈവങ്ങളുടെയോ ദേവന്മാരുടെയോ ഒക്കെ ഇടയിൽ അല്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുവാൻ യഹോവ ദൈവത്തിന് അധികാരമുണ്ട്. യഹോവ ദൈവം അത് ചെയ്യുന്നു. അത് നമുക്ക് മിസ്രൈമിലെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അവിടുത്തെ ദേവന്മാരെ അല്ലെ അവിടുത്തെ ദേവതകളെ ഓരോന്നായിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം അത് അവർക്ക് കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ മറ്റേത് അല്ലെങ്കിൽ ദേവന്മാരുടെയും ദേവതകളെയും അവരുടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെയും അവർ ദൈവം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരാണ് എന്നല്ല. മനുഷ്യൻ വിശ്വസിക്കുന്ന അല്ലെ മനുഷ്യൻ ധരിച്ചു വച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഈ പറയുന്ന അവരുടെ ദൈവങ്ങളെ ന്യായം വിധിക്കുവാനും യഹോവയെ ദൈവമാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എന്ന് കാണിച്ചു കൊടുക്കുവാനുമുള്ള ആ ഒരു അല്ലെങ്കിൽ പ്രവൃത്തി ദൈവം ചെയ്യുന്നു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? നോക്ക, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം സർവ സൈന്യാധിപനും പരമോന്നത ന്യായാധിപനും ആകുന്നുവെന്നാണ്. ഇപ്പോൾ സകല ശക്തികളെ നയിക്കുവാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏത് ശക്തിയെയും ഏത് സമൂഹത്തെയും നയിക്കുവാനുള്ള ആത്യന്തികമായ അവകാശം അല്ലെ അധികാരം ദൈവത്തിനാകുന്നു. മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഏത് കാര്യങ്ങളെയും ന്യായാധിപ്പാനുള്ള അവകാശവും അധികാരവും ദൈവത്തിനാവുന്നു. കാരണം അതിനെയൊക്കെ സൃഷ്ടിച്ചത് കൃത്യമായ ദൈവസ്നേഹത്തിലും ന്യായത്തിലും നീതിയിലും ആണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നാം കാണുന്ന ദൈവസ്നേഹം മാത്രമല്ല, ദൈവിക നീതി നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ദൈവസ്നേഹത്തിലും നീതിയിലും സകല കാര്യങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് ആ സ്നേഹത്തിൽ നിന്നും നീതിയിൽ നിന്നും വ്യതിചലിച്ച് ഏത് സമൂഹം അല്ലെങ്കിൽ ഏത് സൃഷ്ടികൾ പോയാലും അവയെ ശരിയായ പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാതെ വീണ്ടും ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ച് ലംഘനം ചെയ്ത് വീണ്ടും പാപത്തിൽ മുഴുകി ഒരിക്കലും തിരികെ വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആവുന്ന അത്തരത്തിലുള്ള പാപികളെ ആ പാപത്തിന് മതിയായ ശിക്ഷ നൽകേണ്ടത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ സാധാരണ ഓരോ സാധനങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ കളിമൺ പാത്രങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വ്യക്തികൾ അവരുടെ ചക്രത്തിൽ വിവിധമായിട്ടുള്ള പാത്രങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഏതെങ്കിലും പാത്രം ആ വ്യക്തി അല്ലെങ്കിൽ ആ പാത്രം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള രൂപത്തിൽ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അതായിത്തീരുന്നുവെങ്കിൽ അപ്പം അതിനെ ഉടച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ നശിപ്പിച്ചിട്ട് താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രത്തെ ഉണ്ടാക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും. അപ്പോൾ ദൈവവും നമ്മളെ കൃത്യമായി ദൈവസ്നേഹത്തിലും നീതിയിലും ദൈവം നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മളെല്ലാവരും സൃഷ്ടിച്ച് നമ്മൾ ഓരോരുത്തരെ ഈ ലോകത്തിൽ ദൈവം നൽകിയിട്ടുള്ളതായ വിവിധ ഉത്തരവാദിത്തങ്ങളോ പദവികളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ ഒക്കെ നൽകി നമ്മളെ ആക്കി ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുകയും ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നാം ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവം ശ്രമിക്കുമ്പോൾ ഒരിക്കലും നാം അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുന്നത് അത് ന്യായമാണ്, നീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. ഒരു ന്യായാധിപൻ ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിൻ്റെ നീതിന്യായ കോടതികളിൽ ഒരു ന്യായാധിപൻ ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുന്നുവെങ്കിൽ ആ ന്യായാധിപന് ഒരിക്കലും
ആ തെറ്റ് ചെയ്ത വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടമോ ഉണ്ടായിട്ടല്ല ആ ഒരു ശിക്ഷ ആ വ്യക്തിക്കോട് വിധിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ന്യായാധിപന്മാരാരും തങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്ന വ്യക്തികളെ ആ കോടതി മുറിയിൽ വരുന്ന സമയത്തല്ല, അതൊരിക്കലും മുൻപോ അതിനുശേഷമോ കണ്ടിട്ടുണ്ടായിരിക്കുക പോലുമില്ല. അവരുമായിട്ട് യാതൊരു പരിചയവും ഉണ്ടായിരിക്കില്ല. അവരാരെന്ന് പോലും അവർക്ക് അറിയില്ലായിരിക്കും. അവരെക്കുറിച്ച് ആ കോടതി ലഭിക്കുന്ന പരാമർശങ്ങൾ മാത്രമാണ് ആ ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഒരു ജഡ്ജി ആ കോടതി മുറിയിൽ നടക്കുന്ന വാദഗതികൾക്ക് അനുസൃതമായിട്ട് തക്കതായ ഒരു ശിക്ഷ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നൽകുന്നുവെങ്കിൽ അത് ആ വ്യക്തിയോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, അത് നിയമത്തിൻ്റെ ശരിയായ ഒരു അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ ആ സമ്പ്രദായമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനപ്പുറമായിട്ട് ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. അപ്പം ആ വിശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും പാപത്തെ ഉൾക്കൊള്ളുവാൻ ദൈവത്തിന് കഴിയില്ല. ഒരു പാപം എന്നൊരു അവസ്ഥ ദൈവത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇല്ല എന്നാണ്. അപ്പോൾ ദൈവം ക്ഷമയുള്ളവനാണ്, നീതിയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. അപ്പം എന്നിരുന്നാലും ഈ പാപത്തിൻ്റെ അന്തിമ ഫലം അത് അനുഭവിച്ചേ പറ്റൂ, അതിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ കഴിയില്ല. അപ്പം ആര് പാപത്തിൽ തുടർന്ന് തന്നെ ജീവിക്കുന്നു, പാപത്തെ തുടർന്ന് സ്നേഹിക്കുന്നു, ആ പാപത്തെ വിട്ടുകളയുവാൻ കഴിയുന്നില്ല, പാപത്തിൽ നിന്ന് സ്വയം മോചിതരാകാൻ കഴിയുന്നില്ല, പാപം ഏറ്റവും നല്ലതാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പാപത്തിൽ തന്നെ മരിക്കും. അപ്പം അത് ദൈവം നൽകുന്ന ഒരു ശിക്ഷയല്ല. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം എന്നത് ദൈവിക നീതിയുടെ ഒരു ഭാഗമാണ്. ഒരു വ്യക്തി അത് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അത് മറ്റാരുടെയും വീഴ്ച കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല, അത് ആ വ്യക്തിയുടെ കുറവ് കൊണ്ടോ ബലഹീനത കൊണ്ടോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇസ്രയേലിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഇസ്രയേലിന് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മഹത്വം ഉണ്ടാകുവാനോ അവരെ ശ്രേഷ്ഠ ജനമെന്ന് കാണുവാനോ അവർ വളരെ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ജനവിഭാഗമാണ് എന്ന് കാണുവാനോ കാണിക്കുവാനോ മാത്രമല്ല, മറിച്ച് ദൈവം അവരിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ നീതിയും സമാധാനവും എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ഥാപിക്കാനാണ് എന്ന് കാണിക്കുവാനാണ്. ഇപ്പം ഇസ്രയേലിനെ സഹായിച്ചും ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്തതും ഇസ്രയേൽ വളരെ ശ്രേഷ്ഠ ഒരു ജാതിയാണ്, അത് മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത തൊടുവാൻ കഴിയാത്ത ഒരു ജനവിഭാഗമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരെ മഹത്വവൽക്കരിക്കുവാൻ അല്ല. അവിടെ തന്നെ നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ഇടയിൽ പാപം ചെയ്ത ലംഘനം ചെയ്ത വ്യക്തികൾ മറ്റുള്ളവരെ പോലെ മരണത്തിന് വിധേയരാകുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്, പാപം ചെയ്തുകൊണ്ട് തന്നെ. അത്തരത്തിൽ ഉദാഹരണങ്ങൾ അനേകം നമുക്ക് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പരമോന്നത ന്യായാധിപൻ എന്ന നിലയിൽ തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായ ആ നിയമവാഴ്ച അത് നിലനിർത്തുവാനും സുസ്ഥിരമാക്കുവാനും ദൈവം പ്രതിജ്ഞാബദ്ധനാണ് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരമോന്നത ന്യായാധിപൻ ഒരിക്കലും യാതൊരു തരത്തിലുള്ള അനീതിയോ പാപമോ അല്ലെങ്കിൽ ലംഘനങ്ങളോ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അത് ആവർത്തിക്കുവാൻ അനുവാദം കൊടുക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള എല്ലാ അനീതികളെയും അസമത്വങ്ങളെയും എല്ലാ തരത്തിലുള്ള ലംഘനങ്ങളെയും വീഴ്ചകളെയും ഇല്ലാതാക്കിക്കൊണ്ട് തൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയായ ആ നീതിയും സമാധാനവും മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവരെ
പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു പരമോന്നത ന്യായാധിപൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. അത് നമ്മുടെ ഏത് സമൂഹത്തിലും അത് ഏറ്റവും പ്രായോഗികമായ അല്ലെങ്കിൽ ഏത് സമൂഹത്തിലും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യങ്ങളിൽ നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, നീതിന്യായ കോടതികളുണ്ട്, പോലീസുണ്ട്. ഇതൊക്കെ ആരെയും ഉപദ്രവിക്കുവാനോ ആരെയും ശിക്ഷിക്കുവാനോ ആരെയും കൊല്ലുവാനോ അല്ലെ മറ്റാരെയും നശിപ്പിക്കാനോ ഒന്നുമല്ല. ഇതൊക്കെ നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ സമാധാനപൂർണമായ, സന്തോഷമുള്ള അല്ലെങ്കിൽ പ്രശ്നരഹിതമായ ഒരു നല്ല സമൂഹം വളർന്നു വരുവാനും നിലനിൽക്കുവാനും അത്തരത്തിലുള്ള ഒരു നല്ല സമൂഹം അല്ലെങ്കിൽ ജനം അത്രമാത്രം സമാധാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നീതിബോധത്തിലും വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു ഭൗതിക ലോകത്ത് പോലും നിയമങ്ങളും കോടതികളും നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെയും തൻ്റെ സൃഷ്ടിയായ ജനങ്ങളെയും കാണുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെയും കാണുന്നത്? ഇപ്പോൾ യഹോവയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകുക, യുദ്ധം ജയിക്കുക, അല്ലെങ്കിൽ യുദ്ധം തോൽക്കുക എന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ ദൈവിക നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കുക, ഓരോ വ്യക്തികൾക്കും അത് അനുഭവിക്കുവാൻ വഴിയൊരുക്കുക അല്ലെങ്കിൽ അവസരമൊരുക്കുക എന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ വായിച്ച പോലെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ആ നീതിയുള്ള ന്യായാധിപതിയിൽ നിന്ന് ഒരിക്കലും അനീതിയിൽ അധിഷ്ഠിതമായ ഒരു കാര്യവും സംഭവിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തം നിന്റെ ഹൃദയപരമാർത്ഥ നിമിത്തവുമല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അതുപോലെ മറ്റു പല കാര്യങ്ങളും അവിടെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് ആ വേദഭാഗം നമ്മളെ പൊതുവായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരുവാൻ നമ്മളെ അതിന് ഒരുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നീതി നിമിത്തവും അല്ലെങ്കിൽ ഹൃദയപരമാർത്ഥ നിമിത്തവും മാത്രമല്ല. തീർച്ചയായിട്ടും ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ ജനസമൂഹത്തെ അല്ലെങ്കിൽ ആ ലോകത്തെ ദൈവത്തിൻ്റെ നീതിയും സമാധാനവും ന്യായവും സ്നേഹവും പഠിപ്പിച്ചു കൊടുക്കുവാനും മനുഷ്യൻ്റെ തെറ്റായ ജീവിത രീതികളെയും തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവരിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ സത്യസന്ധമായിട്ട് ആരാധിച്ച് വിശ്വസിച്ച് ഒരു സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സമൂഹത്തിനും സമൂഹത്തിലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സഹജീവികൾക്കും സഹോദരങ്ങൾക്കും ഒരുപോലെ സ്നേഹത്തിലും സമാധാനത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു സമ്പൂർണ്ണ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ദൈവം ഇത്തരത്തിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ ദൈവം ഇടപെടുകയും ദൈവം പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ചുകൊണ്ട് അല്ലെ അവരെ രക്ഷിച്ചുകൊണ്ട് അവർക്ക് കൂടെ നിന്നുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്കും അത് മനസ്സിലാക്കുവാനും അത് തിരിച്ചറിയാനുള്ള അവസരം അവർക്ക് കൊടുക്കുവാനാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ നീതിയുടെ സ്നേഹത്തിൻ്റെ ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഈ
പാപികളോ അല്ലെങ്കിൽ തെറ്റായ ജീവിതം നയിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു തെറ്റായ വിശ്വാസത്തിലുള്ളവരോ അല്ലെങ്കിൽ മോശമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയൊക്കെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയണമെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവമല്ല. അപ്പം അവിടെ പുറപ്പാട് പുസ്തകം, അതുപോലെ പുറപ്പാട് പുസ്തകം 23:28 മുതൽ 30 വരെ, സംഖ്യാപുസ്തകം 33:52, ആവർത്തന 7:20, ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ അതിനെക്കുറിച്ച് സവിസ്തരം പറയുന്നുണ്ട്. കാരണം ദൈവം ഒരിക്കലും പാപികളായവരെ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ദൈവം പൂർണ്ണമായിട്ടും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ അവരില്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എല്ലാവരെയും കരുണയോടും സ്നേഹത്തോടും കാണുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു വ്യത്യാസവും ഇല്ല എന്ന് ഈ പാഠത്തിൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ട്. ഇപ്പൊ കനാന്യരെ സംബന്ധിച്ച് അവരെ പൂർണ്ണമായിട്ടും അവരെ ഉന്മൂലനം ചെയ്യണമെന്നും ആയിരുന്നില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് അവരെ അവിടുന്ന് ആ ദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ആ ജനത്തെ നശിപ്പിച്ച് പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്തില്ലാതാക്കി ഇസ്രായേൽ ജനത്തെ ആ ദേശത്ത് പാർപ്പിക്കുക എന്നതിലുപരിയായിട്ട് ഈ ജനത്തെ അവിടുന്ന് മാറ്റി മറ്റൊരു ദേശത്ത് പാർപ്പിച്ച് ഇസ്രായേൽ ജനത്തിന് അവിടെ അധിവസിക്കുവാൻ, ആ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ അവരെ കണ്ട് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതം, അവരുടെ വിശ്വാസം, അവരുടെ ദൈവ സ്നേഹം, ദൈവഭയം, അവരുടെ വ്യക്തി ജീവിതങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവനുള്ള ഈ സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ വിശ്വസിച്ചും ദൈവത്തെ സ്നേഹിച്ചും അവരും നല്ല വ്യക്തികളായി സമൂഹമായിട്ട് വളരണം അല്ലെങ്കിൽ വളർന്നു വരണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇവിടെ അവരെ പുറത്താക്കുകയെന്നോ അല്ലെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നിവയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ അവരെ തീർച്ചയായും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം അവർക്ക് പഠിച്ച് ഒരു പുതിയ കാര്യം അവർ മനസ്സിലാക്കി അതുവരെ ജീവിതത്തിൽ അവർ കാണാതിരുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിക്കാതിരുന്ന അല്ലെ അവർ അനുവർത്തിക്കാതിരുന്ന ഒരു കാര്യത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ ദൈവജനത്തോട് ചേർന്ന് വരുന്നവരായിട്ട് തീരണം എന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇവിടെ തെറ്റായ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും നീക്കിക്കളയണം എന്ന് പറയുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത ജനങ്ങളെയും അത്തരത്തിൽ നീക്കിക്കളയുക അല്ലെ ശബ്ദാർപ്പിതമായിട്ട് കാണുക എന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. ഇപ്പം ഇവിടുത്തെ യുദ്ധം എന്ന് പറയുന്നത് ആ കനാന്യരുടെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ദുഷിച്ച സംസ്കാരത്തെയും സമൂഹത്തെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ദുഷിപ്പിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ അതില്ലാതാക്കുക, അഴിമതി പ്രചരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നശിപ്പിക്കുക, അത്തരത്തിലുള്ള എല്ലാ മോശമായ ജീവിത സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ഇല്ലാതാക്കുക, ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുക, വളർത്തിയെടുക്കുക, അവിടെ ദൈവവിശ്വാസവും സ്നേഹവും നീതിയും സാഹോദര്യവും സമത്വവും പാലിക്കപ്പെടുക. അതാണ് ഏത് സമൂഹത്തെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ചെയ്യുന്നതും അത് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത
വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ കൂട്ടങ്ങൾക്ക് അവിടെ രക്ഷ ലഭിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ യേശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിലും കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചതാണ്. അത് മറ്റൊന്നുമല്ല, രാഹാബിൻ്റെ ജീവിതമാണ്. ഞാൻ പറയുണ്ടായി, രാഹാബിനും ആ യെരിഹോ പട്ടണത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ വിശ്വസിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷെ രാഹാബ് തന്നെ യഹോവ ദൈവത്തെക്കുറിച്ച് അവളുടെ ഹൃദയത്തിലുണ്ടായ വിശ്വാസം, അവളുടെ ഹൃദയത്തിലുണ്ടായ പുതിയ അവൾക്ക് ലഭിച്ച അറിവ്, ആ ദൈവത്തെക്കുറിച്ചുള്ള ഭയം അവളെ എത്രമാത്രം പൂർണ്ണമായിട്ട് അവളെ നിയന്ത്രിച്ചിരുന്നുവെന്ന് അവളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് രാഹാബിനും കുടുംബത്തിനും രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞു. അവർ നശിച്ചുപോയില്ല. അപ്പം അത് ദൈവം അത്രമാത്രം ആ നീതിയോടെ പ്രവർത്തിക്കാനുള്ള അവസരം, നല്ലത് ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് അത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോസേഫിൻ്റെ ഗ്രഹം ബഥേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഒറ്റുനോക്കാൻ ചെല്ലുന്ന സമയത്ത് ആ പട്ടണത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഒറ്റുനോക്കാൻ ചെന്നവർ ആ ഇറങ്ങി വന്ന ആ വ്യക്തിയോട്, ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ഏതാവുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നു. ആ ഇറങ്ങി വന്ന വ്യക്തി ഈ ബഥേലിനെ ആക്രമിക്കുവാൻ വന്ന ഒറ്റുകാർക്ക് ആ വാതിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ സംരക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ ദൈവം നീതിയോടെ, ദൈവസ്നേഹത്തോടെ എല്ലാവരോടും പ്രവർത്തിക്കുന്നു, എല്ലാവരോടും വർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത, അതിന് എതിരെ ചെയ്ത, ലംഘനം ചെയ്ത എത്രയോ പേർ ഇസ്രായേൽ പാളയത്തിൽ ആയിരക്കണക്കിന് നശിച്ചുപോയി എന്നും കുടുംബങ്ങളായിട്ട് നശിച്ചുപോയി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇസ്രായേലിനെ മാത്രം സ്നേഹിച്ച്, ഇസ്രായേലിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്ത്, ഇസ്രായേലിന് മാത്രം ദൈവമായിരുന്നുവെങ്കിൽ ഇത്രയും പേരെങ്ങനെ ഇസ്രായേൽ പാളയത്തിൽ തന്നെ മരിക്കുവാനിടയായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നീതിയും ന്യായവും സ്നേഹവുമാകുന്നു. ആ നീതിയും സ്നേഹവും ആ ന്യായവും ആര് വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ആ ഒരു ജീവിതാവസ്ഥയിലേക്ക് തങ്ങളെ തന്നെ പരിവർത്തനം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ജീവിത തലത്തിലേക്ക്, ആ ഒരു നിലയിലേക്ക് ആർക്ക് മാറുവാനും തങ്ങളെ മാറ്റുവാനും കഴിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്നുവോ അവർക്ക് തീർച്ചയായും ആ ദൈവസ്നേഹവും നീതിയും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഈ ഗിബെയോൻ നിവാസികളിൽ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത ജനത്തോട് ആ ജനത്തിന് അവിടെ സംരക്ഷണവും സമാധാനവും ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് യുദ്ധത്തിൽ അകപ്പെട്ടു പോവുകയും അവർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് നാശത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ ദൈവജനത്തോട് സഖ്യത ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജനത്തെ നയിക്കുന്ന ദൈവത്തോട് സഖ്യത ചെയ്യുക, ആ ജനത്തിന്
ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ജനത്തെ നടത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, ഹിതം ചെയ്യുക എന്നുകൂടി അത് അർത്ഥമാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെയും തിരുവചനത്തിലെ ഉപദേശങ്ങളെയും വ്യക്തിപരമായി നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്രമാത്രം അത് നിലനിർത്തുവാനും എത്രമാത്രം ശക്തിയോടെ നമുക്കത് പ്രാവർത്തികമാക്കുവാനും അതിൽ നമുക്ക് അടിയുറച്ച് നിൽക്കുവാനും കഴിയും. അത്രത്തോളം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലും നീതിയിലും നമുക്ക് ജീവിക്കുവാൻ കഴിയും. അതല്ല മറിച്ച് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നാം ദൈവത്തെ സ്നേഹിക്കുകയോ ഭയപ്പെടുകയോ ദൈവിക ന്യായപ്രമാണങ്ങൾ അനുസരിക്കാതെയോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നാം ആയിരിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരോട് അതേ രീതിയിൽ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് അനിഷ്ടമാവുന്ന രീതിയിൽ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെതായ ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അത് ദൈവിക നീതിയുടെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ നോക്കുക, ദൈവം എത്ര നീതിമാനായ ഒരു ദൈവമാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദൈവമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്താകുന്നുവോ? നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടോ? ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ പൂർണ്ണമായിട്ടും അനുസരിച്ച് അത് ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ജീവിക്കുന്നുവോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദൈവമാണ്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വീണ്ടും അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ്. അവിടെ നമ്മളൊന്ന് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെ: യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും സകല രാജാക്കന്മാരെയും ജയിച്ച് അടക്കി. ഇത് യോശുവയിലൂടെ അല്ലെങ്കിൽ യോശുവ മുഖാന്തരം ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് ആ ദേശത്തെ ജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ, ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ നിരാകരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി കൊണ്ടും തങ്ങളുടെ ബലം കൊണ്ടും തങ്ങൾക്ക് തങ്ങളെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ആ പ്രദേശങ്ങളൊക്കെയും ദൈവം യോശുവയിലൂടെ നേടുവാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യുവാൻ അടുത്ത് ചെല്ലുമ്പോൾ സമാധാനം വിളിച്ചു പറയണം. സമാധാനം എന്ന് പറഞ്ഞ് വാതിൽ തുറന്നാൽ അതിലുള്ള ജനമൊക്കെയും നിനക്ക് ഒഴിവേലക്കാരായി സേവ ചെയ്യണം. അവരാരും നശിച്ച് പോകുന്നില്ല, അവരാരും കൊല്ലപ്പെടുന്നില്ല, സംഹരിക്കപ്പെടുന്നില്ല. എത്ര നീതിയോടെയാണ് ദൈവം ഇടപെടുന്നതും പെരുമാറുന്നതും. സമാധാനം എന്ന് വിളിച്ചു പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞ് അവർ വാതിൽ തുറന്നാൽ അവരെ ആരെയും കൊല്ലുവാനോ നശിപ്പിക്കുവാനോ പാടില്ല. അവർ നിങ്ങളുടെ കൂടെ ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ട ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വരുവാൻ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മൾ ഗിബെയോന്യരെ കുറിച്ച് പഠിച്ചു. അപ്പം അങ്ങനെ ആര് ദൈവത്തിൻ്റെ നിർദ്ദേശം കേട്ട് അനുസരിച്ച് അത് സ്വീകരിക്കുന്നുവോ അവർക്കാർക്കും ഒരിക്കലും നാശം ഭവിക്കുകയില്ല.
അവർ നശിപ്പിക്കപ്പെടുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഇപ്പം യുദ്ധത്തിൽ ആളുകളുടെ നാശത്തെ വരിക്കുവാൻ ചെറം എന്നൊരു സവിശേഷമായ എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം നിരോധിച്ചവ, ശപിക്കപ്പെട്ടവ, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുവാൻ സമർപ്പിച്ചവ എന്നൊക്കെയാണ്. അപ്പം ഇവിടെ ഈ ജനങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, അല്ലെ ന്യായപ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എന്നെ നിരോധിച്ച് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ഭാഗമായിട്ട് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുവാനോ നശിപ്പിച്ചു കളയുവാനോ കൊന്നു കളയുവാനോ ഒന്നുമല്ല. പക്ഷേ അവരുടെ തെരഞ്ഞെടുപ്പ് അതെങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചാണ് അവരുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നവിടെ കാണുന്നുണ്ട്. ഇവിടെ ദൈവം ഒരിക്കലും ഒരു ജനസമൂഹത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ തീരുമാനമെടുത്ത് അവരെ നശിപ്പിച്ച് കളഞ്ഞ് ദൈവജനത്തെ അല്ലെങ്കിൽ വഴി നടത്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ പാപം ആവിർഭവിച്ച സമയം മുതൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു നിഷ്പക്ഷ നിലപാട് ആർക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു മധ്യസ്ഥ ഭാഗം, അല്ലെങ്കിൽ ഒരു രണ്ട് കാര്യങ്ങൾക്ക് മധ്യേ ഉള്ള ഒരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ്. അത് കുറച്ചുകൂടി നമ്മൾ വ്യക്തമായിട്ട് പറയുമ്പോൾ, ഒന്നുകിൽ നാം സത്യം പറയുക, അല്ലെങ്കിൽ നാം കള്ളം പറയുക. സത്യത്തിനും കള്ളത്തിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ സത്യത്തിനും അസത്യത്തിനും ഇടയ്ക്ക് മറ്റൊരു കാര്യമില്ല. ഇപ്പോൾ ഒന്നുകിൽ ഇരുള്, ഇല്ലെങ്കിൽ വെളിച്ചം. ആ ഇരുളിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഇടയിലൊരു ഭാഗം ഇല്ല, നമ്മളങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്നുകിൽ നാം ദൈവത്തിൻ്റെ പക്ഷത്ത്, ഇല്ലെങ്കിൽ നാം ലോകത്തിൻ്റെ, അല്ലെങ്കിൽ സാത്താൻ്റെ പക്ഷത്ത്. ഇതിനിടയിൽ മറ്റൊരു പക്ഷമില്ല. അത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ നമ്മൾ അങ്ങനെ തന്നെ ആണ് അത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു വ്യക്തിക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയില്ല, അല്ലേ? ഒരാൾക്ക് രണ്ട് വള്ളത്തിന്മേൽ കാൽ വെച്ച് യാത്ര ചെയ്യുവാൻ കഴിയില്ല. ഇതൊക്കെ നമ്മോട് പറയുന്നത്, നാം ഒന്നുകിൽ ദൈവത്തിനുള്ളവരായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സാത്താന് ഉള്ളവരായിരിക്കണം. അപ്പൊ ഇവിടെ ദൈവത്തെ നിരാകരിക്കുന്ന, അനുസരിക്കാത്ത, ലംഘനം ചെയ്ത് പാപത്തിൽ തന്നെ ജീവിക്കുന്ന ജനത്തെ സംബന്ധിച്ച് അവരുടെ നാശം എന്ന് പറയുന്നത് അത് നീതി നടപ്പാക്കുന്നതിൻ്റെ, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് നിർബാധം മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാൻ ദൈവം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ദൈവം ഒരുക്കേണ്ട ഒരു അവസ്ഥയാണ് അത്. ഒരു നിശ്ചിത സമയം വരെ ഇത്തരത്തിലുള്ള നശീകരണമോ അല്ലെങ്കിൽ നാശമോ മരണമൊക്കെ സംഭവിക്കുന്നത് ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും സ്ഥിരപ്പെടുവാനും അത് സ്ഥാപിക്കുവാനുമുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്.
അത് ലോകവ്യാപകമല്ല. നമ്മൾ ഇവിടെയും കാണുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഉടനീളം നമ്മൾ കാണുകയും കണ്ടുമുട്ടുകയും പഠിക്കുകയും പരാമർശപ്പെടുകയും ചെയ്യുന്ന ജനങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും അവിടെ എല്ലാവരെയും അല്ലെങ്കിൽ ആ ദേശത്തുള്ള സകല മനുഷ്യരെയും നശിപ്പിക്കുവാനോ കൊല്ലുവാനോ ഉള്ളൊരു തീരുമാനമോ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളോ നമ്മൾ കാണുന്നില്ല. അത് മാത്രമേ ലോകത്തിൽ മൊത്തമായിട്ട് ഒരിക്കലും അങ്ങനെ എല്ലാവരും അല്ലെ അങ്ങനത്തുള്ള എല്ലാ ജനങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകണമെന്നുള്ളൊരു പദ്ധതിയും ഇല്ല. ഇവിടെ കനാന്യർക്ക് ഉണ്ടായ അല്ലെങ്കിൽ ആ ജനത്തിനുണ്ടായ ദോഷം അല്ലെങ്കിൽ നാശം അതൊരു അവരുടേതായ ഒരു ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന പോലെ ഈ യുദ്ധങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴോ ഇങ്ങനത്തുള്ള നാശങ്ങൾ കാണുമ്പോഴോ അപ്പം ദൈവം സ്നേഹം ഉള്ള ദൈവമാണെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ന്യായാധിപന്മാരുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നീതിന്യായ കോടതിയിലെ ന്യായാധിപന്മാരുടെ ഉദാഹരണം വീണ്ടും എടുത്ത് പറയേണ്ടി വരും. അപ്പം അത് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ തീരുമാനവും എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനേക ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ജാതികളെ മാത്രമല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രമല്ല ഇസ്രായേൽ ജനത്തിനിടയിലും എത്രയോ പരിശിക്ഷിക്കപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്നത് ഈ ദൈവത്തിൻ്റെ ആ നീതി തന്നെയാണ്. ഇവിടെ ജനങ്ങൾക്ക് ഏകപക്ഷീയമായ സംരക്ഷണം നൽകുകയോ നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്യുക എന്നത് അല്ല, അവർക്ക് അവരുടെ തീരുമാനങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളിലൂടെ അവരെന്ത് തെരഞ്ഞെടുപ്പാണ് അവർ നടത്തുന്നത് അതിന് പ്രകാരമാണ് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ജീവിതത്തിലെ സന്തോഷമോ അല്ലെങ്കിൽ ദുഃഖമോ നാശമോ രക്ഷയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും. കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പുകൾ എടുക്കുവാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായി തീരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നാം എന്ത് തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു, എന്ത് തീരുമാനം എടുത്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നു എന്നത് പ്രധാനമാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു വരുന്നത് ദൈവം ഈ ലോകത്തിൽ തൻ്റെ നീതിയും സ്നേഹവും സമാധാനവും സ്ഥാപിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ തൻ്റെ സമാധാനം, നിത്യ സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. മീഖയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളോ നാശങ്ങളോ അതുപോലെ പുറത്താക്കലുകളോ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കലോ ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ അവസാനം അതിൻ്റെ പര്യവസാനം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവിക സമാധാനത്തിലും സ്നേഹത്തിലും നീതിയിലും അധിവസിക്കുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാവണം. അവര് ദൈവത്തിന്റെ നീതിയും സ്നേഹവും ന്യായം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിത്യ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഇടയായി തീരണം. ആ ഒരവസ്ഥയിലേക്ക് ആർക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ കടന്നു വരാം. അവർക്കൊക്കെ അതിന് പ്രകാരം തീരുമാനം എടുക്കാം, തെരഞ്ഞെടുപ്പ് നടത്താം. ഇതിനൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ല, ഇതിനൊന്നും ആരും എതിർക്കുന്നില്ല. തീരുമാനം നമ്മളുടേതാണ്, തെരഞ്ഞെടുപ്പ് നമ്മളുടേതാണ്. അപ്പം അതുകൊണ്ട് നാം അവസാനം ചിന്തിക്കുമ്പോൾ വരുന്നത് സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. അപ്പം അതുകൊണ്ട് നാം ഒരു മശഹൈ കാലഘട്ടത്തിൻ്റെ ഒരു ദർശനത്തിലേക്കാണ് ഇതിൻ്റെ അവസാനത്തിൽ നാം കടന്നു വരുന്നത്. സമാധാനത്തിൻ്റെ പ്രഭു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു, വീരനാം ദൈവം, നിത്യപിതാവ്, അങ്ങനെ അനേക പദങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന കർത്താവ് യേശു ക്രിസ്തു എന്ന സമാധാന പ്രഭുവിൻ്റെ ആധിപത്യത്തിലും ഭരണത്തിലും തന്നോട് സ്നേഹിക്കുന്ന, തന്നോട് ചേർക്കപ്പെടുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ വചനം അനുസരിക്കുന്ന ജനങ്ങളെ ചേർത്തുകൊണ്ട് ഒരു നിത്യസമാധാന
അനുഭവിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ഒരു നിത്യരാജ്യത്തിൽ തൻ്റെ ജനങ്ങളോട് കൂടി തൻ്റെ മക്കളോട് കൂടി വസിക്കുവാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ ലോകത്തെയും ഈ സമൂഹത്തെയും ജനങ്ങളെയും ഒരുക്കിക്കൊണ്ടുവരിക എന്നതാണ് ഈ പറയുന്ന എല്ലാ സംഘർഷങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അവസാനം എന്ന് പറയുന്നത്. യെശയ്യാപ്രവചനം 9:6 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, സമാധാനത്താൽ ആധിപത്യം പുലർത്തുന്ന ഒരു രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും എന്നാണ്. അപ്പം അവിടെ സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് മേയും, അവിടെ ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ അനേക സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും എന്താ പറയുന്നത് അനുഭവങ്ങൾ, അതിൻ്റെതായ ഒരു വലിയ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നാണ്. മീഖ 4:3 പറയുന്നത്, അന്നാളിൽ മുടന്നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെ ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ഞാൻ ചേർക്കും. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്, യെശയ്യാപ്രവചനം 66:12 പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടി കൊടുക്കും. യെശയ്യാപ്രവചനം 11:9 പറയുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അപ്പം ഇത് അനേക വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നാം അവസാനത്തേക്ക് വരുമ്പോൾ ഒരു യുദ്ധവുമില്ലാത്ത, സംഘർഷമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, വേദനയില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുവാനാണ് ദൈവം ഈ ലോകത്തോട് ഇടപെടുന്നത്. 2 രാജാക്കന്മാർ 6:22 വായിക്കുമ്പോൾ നാം ഈ കഴിഞ്ഞ പാഠങ്ങളിൽ കണ്ട യുദ്ധത്തിൻ്റെയും മത്സരത്തിൻ്റെയും നാശത്തിൻ്റെയും വീഴ്ചയുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു അനുഭവത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ദൈവത്തിന് തൻ്റെ ജനമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിച്ച് വചനം അനുസരിക്കുന്ന, കൽപ്പനകൾ പ്രമാണിക്കുന്ന തൻ്റെ ജനത്തിന് ഒരുക്കി കൊടുക്കുന്ന ആ നിത്യരാജ്യത്തിൽ യാതൊരു തരത്തിലുള്ള കഷ്ടമോ പ്രയാസമോ അനീതിയോ അക്രമമോ മരണമോ ദുഃഖമോ ഒന്നും ഇല്ലാത്ത ഒരു നിത്യ സന്തോഷവും സമാധാനമുള്ള ഒരു ലോകം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണം. അതാണ് ദൈവത്തിൻ്റെ ആത്മീയ ലക്ഷ്യം. അതിലേക്ക് തൻ്റെ ജനത്തെ ദൈവം വഴി നടത്തുമ്പോൾ അതിനിടയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റുക, അല്ലെങ്കിൽ അവർ സ്വയമായി പറഞ്ഞത് അല്ലെങ്കിൽ അതനുസരിച്ച് അല്ലെങ്കിൽ അത് കേട്ട് അത് ഉൾക്കൊണ്ട് മാറുക. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ സമാധാന സന്തോഷവും ഉള്ള ആ സമൂഹത്തിൽ, ലോകത്തിൽ അവർ ജീവിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കൊടുത്തുകൊണ്ട് അവരെ അവിടെ ആക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും ന്യായം എന്താണെന്ന് അവർക്ക് അനുഭവിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. അതിനായിട്ടുള്ള ഒരുക്കങ്ങളിലെ തടസ്സങ്ങളെ ഒന്നൊഴിവാക്കി ഈ ലോകത്തെ സംശുദ്ധമാക്കി എടുക്കുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നാം ഈ കണ്ട കാര്യങ്ങളൊക്കെയും സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 2 രാജാക്കന്മാർ 6:22 പറയുന്നത്, അതിന് അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക. അപ്പൊ എത്ര വ്യത്യസ്തമായ ഒരു ആഹ്വാനമാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. ഇപ്പോൾ ദൈവം എങ്ങനെ ഒരു ജനത്തെ ഒരുക്കുവാൻ വേണ്ടി അവരോട് ഇടപെടുന്നു, അല്ലെ അവരെ പഠിപ്പിക്കുന്നു, അനുസരിക്കാതെ വരുമ്പോൾ അവരെ ശിക്ഷിക്കുന്നു. എന്നാൽ എത്ര കരുതലും സ്നേഹവും
അവരോടുണ്ട്, എത്ര നീതിബോധത്തോടെ അവരോട് ഇടപെടുന്നു എന്നതിന് നമുക്കിവിടെ എത്രയോ വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു. ഇതുവരെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കേട്ട, വായിച്ച, കണ്ട അനുഭവങ്ങൾ എത്ര വ്യത്യസ്തമാണ് ഈ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക്, നിത്യ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നീതിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, തൻ്റെ ജനമെന്ന് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ഏവരെയും, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പ്രമാണിക്കുന്ന ഏവരെയും, ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഏത് വ്യക്തികളെയും ആ ഒരു നിത്യസമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ആ ദൈവിക നീതിയിലേക്കും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പിലുള്ള തടസ്സങ്ങളെ ന്യായമായി മാറുന്നില്ലെങ്കിൽ മാറ്റുവാനുള്ള ഉത്തരവാദിത്വം ഒരു സർവ്വസൈനാധിപൻ എന്ന നിലയിൽ ചെയ്യുകയും അവസാനം ഒരു പരമോന്നത ന്യായാധിപനായിക്കൊണ്ട് ആ തൻ്റെ പരമോന്നത നീതിയും ന്യായവും സ്നേഹവും തന്നിൽ വിശ്വാസം അർപ്പിച്ച് തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തിന് അത് അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട കടമയായതുകൊണ്ടും ആ രക്ഷാ പദ്ധതിയുടെ പൂർത്തീകരണം ഇതുകൊണ്ട് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു അവസ്ഥയിലേക്കും ഈ ഒരു സമയത്തേക്കും തൻ്റെ ജനത്തെ ഒരുക്കുവാനാണ് നാം ഈ കണ്ട സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റ് പ്രയാസങ്ങളൊക്കെയും. അത് എല്ലാവർക്കും എല്ലായിടത്തും സംഭവിക്കുന്നൊരു കാര്യമല്ല, മറിച്ച് ആരൊക്കെ വിഘടിക്കുന്നു, ആരൊക്കെ മറുതലിക്കുന്നു, ആരൊക്കെ മത്സരിക്കുന്നു, ആരൊക്കെ ചെവിക്കൊള്ളാതെ പോകുന്നു, ആരൊക്കെ അത് എറിഞ്ഞു കളയുന്നു, അവർക്ക് ഒരുപക്ഷെ ഇത് ദോഷമോ പ്രയാസമോ മരണമോ ദുഃഖമോ ഒക്കെ ആവുന്നുവെങ്കിൽ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യസമാധാനവും സന്തോഷവും നീതിയുമാകുന്നു. അതനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു കാലത്തേക്ക് മുന്നേറുവാൻ തക്കവണ്ണം, ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇതുപോലെയുള്ള തിരുവചന പഠനങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് അത് തിരിച്ച് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീരട്ടെ. ആ ഒരു വിശ്വാസം നമ്മളെ ഈ ഭൂമിയിലെ സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വിശ്വാസത്തോടെ നേരിട്ടുകൊണ്ട് നല്ല തെരഞ്ഞെടുപ്പ് നടത്തി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി ആ നിത്യസമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്കും ദൈവനീതിയിലേക്കും സ്നേഹത്തിലേക്കും നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മളെ ഏവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഉപസംഹരിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏവരെയും കർത്താവിൻ്റെ കൃപ നടത്തുമാറാവട്ടെ. ആമേൻ. ആരെങ്കിലും സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, വീണ്ടും അവിടുത്തെ വചനം അടിയങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരം അവിടെ നൽകി തന്നു. കർത്താവേ, അടിയങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതിലെ ദൂതുകൾ അടിയങ്ങൾക്ക് തിരിച്ചറിയുവാനും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നൊരു കുഞ്ഞുങ്ങൾക്ക് ദൈവം സർവ്വസേനാധിപനും പരമോന്നത ന്യായാധിപനും സ്നേഹനിധിയും തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ മാറോട് ചേർക്കുന്ന സ്നേഹമുള്ള പിതാവും ഒരു വാത്സല്യ സഹോദരനും ആകുന്നു എന്നടിയങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദൈവസ്നേഹത്തിൽ വസിപ്പാൻ, ആ സമാധാനം അനുഭവിപ്പാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും കർത്താവിനോട് ചേർന്നുകൊണ്ട് അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി പോരാടും ദൈവമാണ് എന്ന് അറിഞ്ഞ് അടിയങ്ങളുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ ചുമലിൽ അടിയങ്ങൾ വെച്ചുകൊണ്ട് ധൈര്യത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ അടിയങ്ങൾ ഏവരും അവിടുന്ന് സഹായിക്കണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവനം നൽകിയ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.